ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാർച്ച് മാസത്തിൽ ഇൻ്റർവ്യൂ കേരള PSC 2024 മാർച്ച് മാസത്തിൽ ഇൻ്റർവ്യൂ നടത്തുന്നതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കേരള PSCയുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. സോ നമ്മൾ ഇലക്ട്രിക്കൽകാർ എഴുതിയിട്ടുള്ള പരീക്ഷകളിലെ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഉണ്ടോ നമുക്ക് നോക്കാം. യെസ്, അങ്ങനെ നോക്കിയപ്പോൾ 2 ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഒന്ന് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ ക്യാംകോ, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റിൻ്റെ പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇലക്ട്രിക്കലുകാർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഇലക്ട്രിക്കൽ, അഗ്രികൾച്ചർ, എനിക്ക് തോന്നുന്നു മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ തുടങ്ങിയ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് മാർച്ച് മാസത്തിൽ. ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 നിലവിൽ ഏകദേശം 38ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ള, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. അതിൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂളും വരുന്നത് എപ്പോഴാണ്? മാർച്ച് മാസത്തിലാണ് കേട്ടോ. സോ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കിയാലോ? യെസ്. സോ അതിൻ്റെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഇവിടെയാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ക്യാംകോ, കണ്ടോ, 5-ാം തീയതി മാർച്ച് 5-ാം തീയതി 9:30 മണിക്ക് ഒരു ബാച്ച്, 15 പേരടങ്ങുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ആഫ്റ്റർനൂണും ഇതേ ഇൻ്റർവ്യൂവിൻ്റെ ബാച്ച് ഉണ്ട്. 12 മണിക്ക് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അവിടെ 10 പേരായിരിക്കും. ദെൻ നെക്സ്റ്റ് 9:30, 6-ാം തീയതി അല്ലേ, അടുത്ത ദിവസം രാവിലെ 9:30 നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും, 15 പേരടങ്ങുന്നത്. ആഫ്റ്റർനൂണ് 10 പേരടങ്ങുന്ന വേറൊരു ബാച്ചായിരിക്കും. ദെൻ 7-ാം തീയതി സെയിം 9:30 15 പേരടങ്ങുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ആഫ്റ്റർനൂണ് 10 പേരടങ്ങുന്ന വേറൊരു ബാച്ച്. സോ അതോട് കൂടിയിട്ട് ആ ഒരു ഇൻ്റർവ്യൂ ബാച്ച് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസത്തിലും ഈ ക്യാംകോയുടെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ. വളരെ ചെറിയ റാങ്ക് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും ആയിരിക്കും, അത്ര മാത്രമേ വേക്കൻസികൾ ഉണ്ടായിട്ടുള്ളൂ. സോ ക്യാംകോ ആണ് ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 അല്ലേ. യെസ്, ഇലക്ട്രിക്കൽ എഴുതുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2. അതിൻ്റെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 20-ാം തീയതിയാണ് കേട്ടോ. 20-ാം തീയതിയാണ് അതിൻ്റെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. 15 പേരടങ്ങുന്ന ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 9:30. ഓക്കെ, 9:30 സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് ആഫ്റ്റർനൂണും ഉണ്ടാവും, 15 പേരടങ്ങിയ ഒരു ബാച്ച് ഉണ്ടാവും. ദെൻ അടുത്ത ദിവസം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വീണ്ടും 21-ാം തീയതി വീണ്ടും അത് ഉണ്ട്. നെക്സ്റ്റ് ആഫ്റ്റർനൂൺ 15 പേര്. ദെൻ 22-ാം തീയതി സെയിം റിപ്പീറ്റ് ചെയ്യുന്നു. ദെൻ 25-ാം തീയതി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ 2 ബോർഡ് ഉണ്ടാവും കേട്ടോ. അതായത് 2 ഇൻ്റർവ്യൂ ബോർഡ് ഉണ്ടാവും. സോ രാവിലെ 9:30 2 ബാച്ചുകൾ ഒരേ സമയം സ്റ്റാർട്ട് ചെയ്യും. ദെൻ ആഫ്റ്റർനൂൺ നോക്കുകയാണെങ്കിൽ ആഫ്റ്റർനൂണും 2 ഇൻ്റർവ്യൂ ബോർഡ് ഉണ്ടാവും. അത് സാധാരണയായിട്ട് ലിസ്റ്റിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവർ കൂടുതൽ ബോർഡുകൾ വെച്ചിട്ട് വേഗത്തിൽ ഇൻ്റർവ്യൂ തീർക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, KSEB സബ് എഞ്ചിനീയറിലൊക്കെ 10 ബോർഡുകളൊക്കെ ഒരുമിച്ച് ഇൻ്റർവ്യൂ നടത്തിയ കേസസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. യെസ്. സോ നെക്സ്റ്റ് 26-ാം തീയതി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ, യെസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ബാലൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കും അല്ലേ. കഴിഞ്ഞിട്ടില്ല. വീണ്ടും 26-ാം തീയതി 15 പേര്. ദെൻ 27-ാം തീയതി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ 15 പേര്. ദെൻ ആഫ്റ്റർനൂണ് 15 പേരോടുകൂടി ആ ഒരു ഫുൾ ബാച്ച് കംപ്ലീറ്റ് ആവും അല്ലേ. ബാലൻസ് നില്ല്. സോ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ഇൻ്റർവ്യൂ മുഴുവൻ 27-ാം തീയതി മാർച്ച് 27 കൂടിയിട്ട് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. സോ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്കുകൾ വളരെയധികം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സഹായകമാവും. അതുകൊണ്ട് നല്ല പ്രിപ്പറേഷൻ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഈ ഒരു ചാനൽ തന്നെ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ അഡ്വൈസ് മെമ്മോ ലഭിക്കുന്നതിനെക്കുറിച്ചും അതേപോലെ ഇൻ്റർവ്യൂയുടെ ബയോഡാറ്റ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്നും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ബയോഡാറ്റ ഫോമൊക്കെ വളരെ ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ബയോഡാറ്റ ഫോമാണ്. അത് വളരെ എഫക്റ്റീവായിട്ട് ഫില്ല് ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റേജ് കിട്ടാൻ അത് സഹായകമാകും കേട്ടോ. യെസ്. സോ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.